ഈ ഒരു സിനിമ വിജയമായി കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കരിയറിൽ അത് വലിയൊരു കംബാക്ക് ആയിരിക്കും. ഇൻ കേസ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ വന്നതിനേക്കാൾ സ്പീഡിൽ രണ്ടുപേരും തിരിച്ചു പോവുകയും ചെയ്യും. നിവിൻ പോളി, അൽഫോൺസ് പുത്രൻ ഒരു കില്ലർ കോംബോയാണ്. ഓൾറെഡി പരീക്ഷിച്ച് വിജയിച്ചൊരു കോംബോയാണ്. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുകയാണ്. തന്റെ തെറ്റുകൾ മനസ്സിലാക്കി, കരിയറിൽ വന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി രണ്ടുപേരും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, ഈ സിനിമ തീർച്ചയായിട്ടും വിജയമായിരിക്കും. അതിനുള്ള ഹിൻസ് എല്ലാം ഈ ടീസറിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അൽഫോൺസ് പുത്രൻ സെൽഫായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ കഴിഞ്ഞ സിനിമയായ ഗോഡിൽ ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടിയ, ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയ കാര്യമാണ് വഴികൂടെ പോകുന്ന ഉറുമ്പിനെയും പറന്നു പോകുന്ന പൂമ്പാറ്റയും ആകാശത്തിൽ പോകുന്ന കാക്കേനും വരെ കവർ ചെയ്തിട്ട് ഒരാവശ്യവുമില്ലാതെ, ഒരു ബന്ധമില്ലാത്ത സീനുകൾക്കിടയിൽ കുത്തിക്കയറ്റുന്നത്. പോലീസ് സ്റ്റേഷന്റെ മുകളിലുള്ള ആകാശം, പോലീസ് സ്റ്റേഷന്റെ താഴെയുള്ള ഭൂമി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ആ സിനിമയിൽ ഇതുപോലത്തെ സാധനങ്ങളൂടെ പുള്ളി വർപ്പിച്ച്. അതെല്ലാം ഈ ഒരു ടീസറിൽ ചെറുതായിട്ടാണെങ്കിലും പുള്ളി തന്നെ ട്രോൾ ചെയ്യുന്നുണ്ട്. തനിക്ക് പറ്റിയ തെറ്റുകൾ എന്താണെന്നും, തനിക്ക് കഴിഞ്ഞ സിനിമയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നും, എന്തുകൊണ്ടാണ് ആ സിനിമ ഫ്ലോപ്പ് ആയതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി ആ തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ക്രിയേറ്ററിന്റെ കോൺഫിഡൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ കാര്യം നിവിൻ പോളിയാണ്. കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് നമ്മൾ കണ്ട നിവിൻ പോളിയെ അല്ല ഈ ഒരു ടീസറിൽ നമ്മൾ കണ്ടത്. പുള്ളിയുടെ ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫിറ്റ്നസ് ആയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പ്രേമം ആ ഒരു സമയത്തിലൊക്കെ കണ്ട നിവിൻ പോളിയുടെ ആ ഒരു ഏറെക്കുറെയുള്ള അപ്പിയറൻസിലേക്ക് പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട്. അതും ആ ഒരു ആക്ടറിലുള്ള ആൾക്കാരുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം പുള്ളി ആ ഒരു പ്രൈം ടൈമിലേക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് പുള്ളിയുടെ ആ ഒരു ഫിറ്റ്നസിന്റെ പ്രശ്നം കാരണം പുള്ളി ചെയ്യുന്ന ഫൈറ്റ് സീനുകളും പുള്ളി ചെയ്യുന്ന ചില എക്സ്പ്രഷൻസും ക്യൂട്ട് സാധനങ്ങളും ഒക്കെ നല്ല രീതിയിൽ അരോചകമായിട്ട് ഓഡിയൻസിന് തോന്നാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പുള്ളി ആ പഴയൊരു ബോഡിയിലേക്ക് വന്നിട്ടുണ്ട്. അതെന്തായാലും നല്ല രീതിയിൽ ഈ സിനിമയിൽ ഗുണം ചെയ്യും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കോംബോയാണ്. ഓൾറെഡി പരീക്ഷിച്ച് നല്ല രീതിയിൽ വിജയിച്ച ഒരു കോംബോയാണ്. നല്ല സിംഗിളുള്ള ഒരു ആക്ടർ ഡയറക്ടർ കോംബോ. ഉറപ്പായിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുമ്പോൾ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേര് അത്യാവശ്യം ഫീൽഡ് ഔട്ടിന്റെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് പരാജയങ്ങൾ തുടർച്ചയായിട്ട് ഏറ്റുവാങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മാജിക് നടക്കും. പ്രത്യേകിച്ച് തങ്ങളുടെ രണ്ടുപേരുടെ കരിയർ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് തനിക്ക് പാളിയതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്തൊരു വർക്കിലേക്ക് പോകുന്ന രണ്ടാൾക്കാരാകുമ്പോൾ ഉറപ്പായിട്ടും ആ സിനിമ സക്സസ് ആവും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡും ആ ഒരു പേരൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഇത് നോർമലി നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു അൽഫോൺസ് പുത്രൻ സിനിമ പോലെയല്ല, ഒരു വെറൈറ്റി സിനിമയാണ്. ബൈക്ക് റേസിങ്ങോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും തീമായിട്ട് വരുന്നത്. ആ ഒരു ടൈറ്റിലിന്റെ ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ റേസിംഗ് ട്രാക്കും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഒരു വെറൈറ്റി സിനിമയായിട്ടായിരിക്കും, അല്ലെങ്കിൽ താൻ ഇതുവരെ പരീക്ഷിക്കാത്ത പുതിയൊരു പരീക്ഷണവുമായിട്ടായിരിക്കും അൽഫോൺസ് പുത്രൻ വരുന്നത്. തുടർന്നുള്ള അപ്ഡേറ്റുകളും ഷൂട്ടുകളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും നിവിൻ പോളിയുടെയും അൽഫോൺസ് പുത്രന്റെയും അവരുണ്ടാക്കിയ ഒരു സെൻസേഷൻ ഉണ്ട്. പ്രേമം എന്ന് പറയുന്ന സിനിമയിലൂടെ ഓൾ ഇന്ത്യ അവരുണ്ടാക്കിയ ഒരു സെൻസേഷൻ ഉണ്ട്. പ്രേമത്തിന് കിട്ടിയ ഒരു റീച്ച് തമിഴ്നാട്ടിൽ ഇതുവരെ വേറൊരു മലയാള സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. പ്രേമം ഉണ്ടാക്കിയ പോലത്തെ ഒരു ട്രെൻഡ് സെറ്റർ ഇതുവരെ വേറൊരു മലയാള സിനിമയും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയുള്ള രണ്ടുപേരാണ് തിരിച്ചു വരുന്നത്. പ്രേമത്തിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിലും കിട്ടിയ ഒരു സാധനം തന്നെ കിട്ടട്ടെ. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ ടീസറിനെ കുറിച്ചും ഈ വരാൻ പോകുന്ന സിനിമയെ കുറിച്ചും നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യട്ടോ.